ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി സുൾട്രേറ്റിക്ക യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ രണ്ട് ഓജസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വിസ് ബ്രാൻഡ്സ് ആയ ഒമേഗ ആൻഡ് സ്വാച്ച് ബ്രാൻഡ്സിന്റെ കൊളാബറേഷനിൽ ഒമേഗ സ്പീഡ് മാസ്റ്റർ മോഡലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള മൂൺ സ്വാച്ച് കണ്ടാലോ. ഇത് മിഷൻ ടു വീനസ് മൂൺ സ്വാച്ച് ആണ്. വാച്ച് ബോക്സിൽ പ്ലാനറ്റിന്റെ ടെമ്പറേച്ചറും ബാക്കി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കൂടെ വീനസ് സർഫസ് ഇസ് സോ ഹോട്ട് ഇറ്റ് ക്യാൻ മെൽറ്റ് ലെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒപ്പം അത് മൂൺ സ്വാച്ചിന്റെ ഡീറ്റെയിൽസ് കൊടുത്തതും കാണാം. രണ്ടാമത്തെ വാച്ച് മിഷൻ ഓൺ എർത്ത് മൂൺസ് വാച്ച് ആണ്. ഈ വാച്ച് ബോക്സിലും നമുക്ക് പ്ലാനറ്റിന്റെ ടെമ്പറേച്ചർ അത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തത് കാണാവുന്നതാണ്. അതോടൊപ്പം ദ ഓൺലി പ്ലാനറ്റ് വിത്ത് ലൈഫ് ആൻഡ് ബയോസെറാമിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വാച്ചസും ഒന്ന് കണ്ടാലോ. മിഷൻ ഓൺ എർത്ത് മൂൺസ് വാച്ച് ബ്ലൂ ആൻഡ് എർത്തി ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൈം പീസ് ആണ്. മിഷൻ ടു വീനസ് വൈറ്റ് ആൻഡ് പേസ്റ്റൽ പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. ഓരോ മൂൺ സ്വാച്ചിനെയും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പേരും കളർ കോമ്പിനേഷൻസും ആണ്. മിഷൻ ടു പ്ലൂട്ടോ, മിഷൻ ടു മെർക്കുറി, മിഷൻ ടു ദ സൺ, മിഷൻ ടു നെപ്റ്റ്യൂൺ, മിഷൻ ടു ദ മൂൺ, മിഷൻ ടു സാറ്റേൺ, മിഷൻ ടു യുറാനസ്, മിഷൻ ടു മാർസ്, മിഷൻ ടു ജുപ്പിറ്റർ ആണ് അതർ മൂൺസ് വാച്ചസ്. ഇനി നമുക്ക് വാച്ച് ഡീറ്റെയിൽസ് നോക്കാം. വാച്ച് ബോക്സിൽ മൂൺസ് വാച്ച് കളക്ഷൻ ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്കി മൂൺസ് വാച്ചസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എവറിത്തിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗ്യാരണ്ടി ആൻഡ് ഡയറക്ഷൻസ് ഫോർ യൂസ് ആൻഡ് വാറണ്ടി കാർഡ് എല്ലാം ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് അനലോഗ് കോർഡ്സ് മൂവ്മെൻറ്റോട് കൂടിയ 3 ബാർ വാട്ടർ റെസിസ്റ്റൻറ്റ് ക്രോണോഗ്രാഫ് വാച്ചാണ്. ബാൻഡിൽ ഒമേഗ ബ്രാൻഡിങ്ങും സ്വാച്ച് ബ്രാൻഡിങ്ങും ഭംഗിയായി കൊടുത്തിരിക്കുന്നത് കാണാം. ബയോസെറാമിക് കേസോട് കൂടിയ ഈ വാച്ചിന് വെൽക്രോ സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഡയലിൽ ഒമേഗ, സ്വാച്ച്, സ്പീഡ് മാസ്റ്റർ, മൂൺ സ്വാച്ച്, സ്വിസ് മെയ്ഡ് എന്നിങ്ങനെ കൊടുത്തത് കാണാം. വാച്ചിന്റെ പിറകുവശത്തായി പ്ലാനറ്റിന്റെ പിക്ചർ, ഒപ്പം മിഷൻ ഓൺ എർത്ത്, ഡ്രീം ബിഗ്, ഫ്ലൈ ഹയർ, എക്സ്പ്ലോർ ദ യൂണിവേഴ്സ്, റീച്ച് ഫോർ ദ പ്ലാനറ്റ്, എൻജോയ് ദ മിഷൻ എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. 42 mm ഡയമീറ്ററോട് കൂടിയ ഈ വാച്ചിന് 32.25 mm തിക്നെസ്സും 47.30 mm ലെഗ് ടു ലെഗ് ഡിസ്റ്റൻസുമാണ് ഉള്ളത്. വാച്ച് ബാൻഡിൽ സ്പീഡ് മാസ്റ്റർ, മിഷൻ ഓൺ എർത്ത്, മൂൺ സ്വാച്ച് എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. വാച്ചിന്റെ ക്രോണോഗ്രാഫിൽ ഈ സബ് ഡയൽ സെക്കൻഡ്സിന് വേണ്ടിയുള്ളതാണ്. വാച്ചിന്റെ ആക്ച്വൽ സെക്കൻഡ്സ് ഹാൻഡ് പവർ സേവിങ്ങിന്റെ ഭാഗമായി സ്റ്റോപ്പ് ചെയ്തിട്ടാലും ഇത് റൺ ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ സബ് ഡയൽ 1/10 ഓഫ് ദ സെക്കൻഡ് മെഷർ ചെയ്യാനുള്ളതാണ്. 60 വരെ മാർക്കിംഗ് ഉള്ള തേർഡ് സബ് ഡയൽ 1 മിനിറ്റ് വരെ മെഷർ ചെയ്യാനുള്ളതാണ്. ഈ വാച്ചിന് 2 പുഷേഴ്സും 1 ക്രൗണുമാണ് ഉള്ളത്. ദ അപ്പർ പുഷർ ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ലോവർ പുഷർ ക്രോണോഗ്രാഫ് റീസെറ്റ് ചെയ്യാനും ക്രൗൺ ടൈം സെറ്റ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ക്രൗൺ സെക്കൻഡ് പൊസിഷനിലേക്ക് പുൾ ചെയ്ത് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പർ പുഷർ പ്രസ് ചെയ്ത് സെക്കൻഡ്സ് ഹാൻഡ് നമുക്ക് റൺ ചെയ്യിപ്പിക്കാവുന്നതാണ്. പവർ സേവിങ്ങിൻ്റെ ഭാഗമായി നമുക്കത് സെയിം ബട്ടൺ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി ക്രോണോഗ്രാഫ് റീസെറ്റ് ചെയ്യാനായി ക്രൗൺ ഫസ്റ്റ് പൊസിഷനിലേക്ക് പുള്ള് ചെയ്ത് ലോവർ പുഷർ പ്രസ് ചെയ്ത് ക്രോണോഗ്രാഫ് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്രോണോഗ്രാഫ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ടൈം മെഷർ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ അപ്പർ പുഷർ പ്രസ് ചെയ്ത് ഞാൻ ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്ത് എങ്ങനെയാണ് ടൈം മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്രോണോഗ്രാഫ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ്സ് 10ത്തിലാണ് നിൽക്കുന്നത്. 10 സെക്കൻഡ്സ്, 1 മിനിറ്റ് ആയിട്ടില്ല, 60 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 0 മിനിറ്റ്സ് 10 സെക്കൻഡ്സ് ആൻഡ് 0.3 സെക്കൻഡ്സ് അങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നത്. ഇനി ഈ വാച്ചിൽ ടാക്കിമീറ്റർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ടൈമിൻ്റെ ബേസിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതിനായി ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സെക്കൻഡ്സ് റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കിലോമീറ്ററിന് നമ്മൾ എത്ര ടൈം കൊണ്ടാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ക്രോണോഗ്രാഫ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ടാക്കിമീറ്റർ 180യിലാണ് നിൽക്കുന്നത്. അപ്പം
180 km/h ആണ് സ്പീഡ്. ഈ വാച്ച് കാഷ്വൽ വെയർ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൈം പീസ് ആണ്. അപ്പോൾ ഇന്നത്തെ വാച്ചും വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ദ സോൾ ക്രിട്ടിക്ക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വാച്ചുമായി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ദ സോൾ ക്രിട്ടിക്ക.